എറണാകുളം ജില്ലയിലേക്ക് പോകുമ്പോൾ എറണാകുളം ജില്ലയിലും തിരുവനന്തപുരത്തിന് പുറമെ കീറാമുട്ടിയായ പ്രശ്നങ്ങൾ കോൺഗ്രസിന് മുന്നിലുണ്ട്. അവിടെ പെരുമ്പാവൂരാണ് ഒരു പ്രധാനപ്പെട്ട തർക്ക വിഷയം. എൽദോസ് കുന്നപ്പള്ളി സിറ്റിംഗ് MLAക്ക് സീറ്റ് നൽകുമോ ഇല്ലയോ, തന്നെ പാർട്ടി കൈവിടുന്നു എന്ന സൂചന എൽദോസ് ഇന്നലെ തന്നെ പങ്കുവച്ചതാണ്. ഇപ്പോൾ എൽദോസിന് വേണ്ടി കളത്തിലിറങ്ങുന്നു യാക്കോബായ സഭ. എൽദോസിന് പെരുമ്പാവൂരിൽ സീറ്റ് നൽകണമെന്നാണ് സഭാ നേതൃത്വം ആവശ്യപ്പെടുന്നത്. KPCC പ്രസിഡന്റോടാണ് ഈ ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മുഹമ്മദ് ഷിയാസിനെ പെരുമ്പാവൂരിൽ പരിഗണിക്കുന്നു എന്ന ചില സൂചനകൾ വരുന്നതിനിടയിലാണ് ഈ ഒരു നീക്കം. തൻ്റെ വിശ്വസ്തന് സീറ്റ് ഉറപ്പിക്കാൻ VD സതീശൻ നടത്തുന്ന നീക്കങ്ങളോട് പെരുമ്പാവൂരിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും എതിർപ്പുണ്ടെന്നാണ് സൂചന. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഡാനി, യാക്കോബായ സഭയടക്കമുള്ള സഭാ നേതൃത്വങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന് മുന്നിൽ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ മുമ്പും ഉയർത്തിയതാണ്. ലത്തീൻ സഭയ്ക്ക് സമ്മർദ്ദമുണ്ട്. ഇപ്പോൾ എന്താണ് ഈ പെരുമ്പാവൂരിലെ നീക്കം? യാക്കോബായ സഭ എൽദോസിനൊപ്പം ഉണ്ടോ? സജിത്ത്, യാക്കോബായ സഭയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അവസാനവട്ട രക്ഷാപ്രവർത്തനം എന്ന രീതിയിൽ ഇതിനെ പറയാം. കാരണം യാക്കോബായ സഭ ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നു. സഭയുടെ സമുദായ അംഗമായ ഒരാളെ അവിടെ നിന്ന് ഒഴിവാക്കരുത് എന്ന രീതിയിലുള്ള ഒരു ആവശ്യം KPCC അധ്യക്ഷന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര കണ്ട ഈ രീതിയിൽ ഇങ്ങനെയൊരു ആവശ്യത്തിന് രംഗത്ത് സഭ സജീവമായിരുന്നില്ല. അതുകൊണ്ട് ഈ സീറ്റ് നഷ്ടപ്പെടും എന്ന് ഏതാണ്ട് ഉറപ്പായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സഭയുടെ ഒരു രക്ഷാപ്രവർത്തനം എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയും ചെയ്യുന്നത്. യാക്കോബായ സഭയ്ക്ക് വലിയ രീതിയിലൊരു അപ്രമാദിത്വമുള്ള മേധാവിത്വമുള്ള ഒരു മേഖല തന്നെയാണ് പെരുമ്പാവൂർ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവിടെ ആകട്ടെ നേരത്തെ മനോജ് മൂത്തേട്ടൻ എന്ന ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റിന് വേണ്ടി സഭയുടെ ഒരു ഭാഗത്ത് നീക്കമുണ്ടായിരുന്നു. അത് സിറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്നായിരുന്നു അത്തരമൊരു ആവശ്യം മുന്നോട്ട് വന്നത്. അത് സഭയുടെ ഒരു സമുദായാംഗത്തെ പരിഗണിക്കണം, സഭാംഗത്തെ പരിഗണിക്കണം എന്ന നിർദ്ദേശമാണ് അവരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വരികയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് യാക്കോബായ സഭയാണ് ഈ ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. നേരത്തെ 2 പേരുകൾ ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളി മാറ്റുകയാണെങ്കിൽ 2 പേരുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഗണിച്ചിരുന്നു. അതിലൊന്ന് ഈ മനോജ് മൂത്തേൻ്റെ പേരും അതോടൊപ്പം തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ഉല്ലാസിൻ്റെ പേരുമായിരുന്നു. പക്ഷേ അതിനു മുകളിലേക്കാണ് പിന്നീട് മുഹമ്മദ് ഷിയാസിൻ്റെ പേര് പരിഗണനയ്ക്ക് വന്നത്. അത് സ്വാഭാവികമായും നമുക്കറിയാം, VD സതീശൻ്റെ ഒരു വിശ്വസ്തനാണ്, മനസാക്ഷിയാണ് എന്നെല്ലാം തന്നെ പറയാവുന്ന മുഹമ്മദ് ഷിയാസിനെ സുരക്ഷിതമായൊരിടത്തേക്ക് മാറ്റുക എന്നതും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിപ്പിക്കുക എന്നതും എല്ലാം തന്നെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു. അതിനെ പറഞ്ഞു കേട്ടിരുന്ന കൊച്ചിയിലാകട്ടെ വലിയ രീതിയിലുള്ളൊരു എതിർപ്പ് ഷിയാസിനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരും വേണ്ട, പ്രത്യക്ഷത്തിൽ ഷിയാസിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിൽ പരോക്ഷമായി ഷിയാസിനെ തന്നെ എതിർത്തുകൊണ്ട് തന്നെയായിരുന്നു അത്. കൊച്ചി മണ്ഡലത്തിൽ നിന്ന് പുറത്തുനിന്ന് ആരും വേണ്ട, അത് കൊച്ചി രൂപതക്കാരനായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലത്തീൻ സഭ തന്നെ മുന്നോട്ട് വരികയും ചെയ്തൊരു കാര്യമെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു പ്രതിരോധം കൊച്ചിയിൽ ഷിയാസിനെതിരെ ഉണ്ടായിരുന്നപ്പോൾ പിന്നീട് പറഞ്ഞിരുന്നത് പെരുമ്പാവൂർ സീറ്റിനോട് ചേർത്താണ്. അങ്ങനെയെങ്കിൽ അത് എൽദോസിനെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് കേന്ദ്ര നേതൃത്വം എൽദോസിന് എതിര് തന്നെയാണ്. ഇനി ആരെയാണ് അവിടെ അവരോധിക്കുക അല്ലെങ്കിൽ അവിടെ നിയമിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത്. അത് ഷിയാസിന് വേണ്ടി തന്നെയാണെന്നുള്ളൊരു കണക്കുകൂട്ടൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഐ ഗ്രൂപ്പുകാരനാണ് എൽദോസ്. സീറ്റ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഐ ഗ്രൂപ്പ് തന്നെയായ ഒരാൾക്ക് തന്നെ നൽകണമെന്നൊരു ആവശ്യമായി ചെന്നിത്തല അടക്കമുള്ളവർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സങ്കീർണതകളിൽ നിന്ന് സങ്കീർണതകളിലേക്കാണ് കൊച്ചി എറണാകുളം ജില്ലയിലെ സീറ്റ് നിർണയം സംബന്ധിയായ കാര്യങ്ങളിലേക്ക് പോകുന്നത്. പെരുമ്പാവൂരിൽ അവസാനവട്ട ശ്രമമാണ് യാക്കോബായ സഭയെ ഉപയോഗിച്ചുകൊണ്ട് എൽദോസ് നടത്തുന്നത്. ഒരു രക്ഷാപ്രവർത്തനം എന്നത് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നത്. ഏറ്റവും അവസാന മണിക്കൂറിലെ ശ്രമമാണ്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടെ ഇത്തരം കാര്യങ്ങളിലൊരു തീരുമാനമുണ്ടാകും, ധാരണയുണ്ടാകും. അതിനു മുൻപായിട്ട് ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ശ്രമങ്ങൾ തനിക്ക് അനുകൂലമാക്കി എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ യാക്കോബായ സഭയും രംഗത്ത് വരുന്നത്. പൊതുവിൽ സജിത്ത, നമുക്കറിയാം, സമുദായ സംഘടനകൾ ഏറ്റവും ഫലപ്രദമായും ഏറ്റവും ശക്തമായും വിലപേശുന്നത് UDFിനോടാണ്, കോൺഗ്രസിനോടാണ്. അത് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. സജിത്ത, അതാണ് തന്നെ പാർട്ടി കൈവിടുന്നു എന്ന തോന്നലാണ് എൽദോസ് സഭാ നേതൃത്വത്തിൻ്റെ പിന്തുണ തേടുന്നത്. സഭാ നേതൃത്വം എൽദോസിന് വേണ്ടി കളത്തിലിറങ്ങുകയാണ്. അങ്ങനെയെങ്കിൽ ഈ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുമോ എന്ന ചോദ്യം കൂടിയാണ് ഉണ്ടാവുന്നത്. എന്തായാലും എൽദോസിനെതിരെ ചില ആക്ഷേപങ്ങൾ, ചില ധാർമ്മിക പ്രശ്നങ്ങൾ പഴയൊരു കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കാരണമാക്കി മുഹമ്മദ് ഷിയാസിന് വേണ്ടിയുള്ള പരിഗണനകളും നീക്കങ്ങളുമാണ്. ഇതിനിടയിൽ മുഹമ്മദ് ഷിയാസിനെ കൊച്ചിയിൽ പരിഗണിക്കുന്നു എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.